എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: ഒന്നല്ലെങ്കിൽ വായിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കാൻ പ്രേരിപ്പിക്കും വിധം നിങ്ങൾ ജീവിക്കുക. Either write something that's worth reading or live a life so that someone can write about you. സാറിന്റെ പുസ്തകത്തിൽ രണ്ടും ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ജോയ് സാറിന്റെ പുസ്തകത്തെ നമുക്ക് ഈ രണ്ട് ഭാഗമായിട്ട് തരംതിരിക്കാം: ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നുള്ളതാണ് പറയുന്നത്. ഹൗ ക്യാൻ യു വിൻ വിത്ത് ഓൾ യുവർ ലിമിറ്റേഷൻസ്. എക്കണോമിക്സ് പറയുന്ന പോലെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് മിനിമം റിസോഴ്സസ് എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. പക്ഷെ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ ദാറ്റ് സക്സസ്. ഈ വിജയിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ വിജയിച്ചിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നേരത്തെ സുരതൻ സാർ പറഞ്ഞ പോലെ അപ്പനെ കുറിച്ച് പറയാനാണ് എനിക്ക് ആഗ്രഹം. എനിക്കും പറയാനുള്ളത് 15 മക്കളുള്ളൊരു വീട്, ബിസിനസ് ഉള്ളൊരു വീട്. അപ്പൊ മുതിർന്നവരെല്ലാം അതിന്റെ ഗൗരവപരമായ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവർക്കെല്ലാം ഓഫീസിനുള്ളിൽ പോവാം, ഡെസ്ക്ടോപ്പിൽ വർക്ക് ചെയ്യാം, അവിടുത്തെ കണക്ക് കാര്യങ്ങൾ നോക്കാം. ഞാൻ ജോയി എന്ന ക്യാരക്ടറായിട്ടാണ് പറയുന്നത്. ജോയി എന്ന് പറയുന്ന ആൾക്ക് നിനക്ക് അതിനുള്ള വ്യാപാര ബുദ്ധിയൊന്നും ഇല്ല എന്ന് നിരന്തരം കേട്ട ഒരാളാണ്. അവനെ കൊണ്ടൊന്നും പറ്റില്ല, നീ അപ്പന്റെ കൂടെ വന്നോ. പക്ഷെ എനിക്ക് തോന്നുന്നു ജോയി എന്ന് പറയുന്ന മകന് കിട്ടിയ ലോട്ടറിയാണ്. There is a big difference between knowledge and wisdom. അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിവ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കണ്ടറിയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ. വിസ്ഡം എന്ന് പറയുന്നത് കുറെ കൂടി ആഴത്തിൽ എവിടെ നിന്നോ വരുന്നതാണ്. അപ്പന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ജോയ് എന്ന മകന് കിട്ടിയത് വിസ്ഡമാണ്.